നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ അതിതീവ്രമായ വർഗീയത ചൊരിയുകയാണ്. CPIMന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, മന്ത്രിമാർ തന്നെയും. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുള്ള ഹെയ്റ്റ് ലാബ് എന്ന NGOയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിഭജന വർത്തമാനം പറയുന്നത് ഭരണകൂട നായകന്മാരായ ആളുകൾ, പ്രധാന രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതിൽ കഴിഞ്ഞ ആഴ്ച വരെയുള്ള പട്ടിക പുറത്തു വരുമ്പോൾ BJPയുടെ മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJPയുടെ ഭരണതലപ്പത്തിരിക്കുന്ന മന്ത്രിമാർ തുടങ്ങിയവരൊക്കെയാണ് മുൻനിരയിലുള്ളത്. ആ കൂട്ടത്തിലേക്ക് കേരളത്തിന്റെ പേരും ഇടം പിടിക്കാൻ പോകുന്നു. അടുത്ത തവണ ഈ NGO റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വർഗീയതയും വിഭജന വർത്തമാനവും പറഞ്ഞവരിൽ കേരളത്തിൽ നിന്ന് എത്ര മന്ത്രിമാർ, എത്ര പ്രധാന നേതാക്കൾ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കണം. സജി ചെറിയാൻ പറയുകയാണ്, കാസർകോട്ടും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയിട്ട് വർഗീയതയുടെ ആഴം എത്രയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് വെച്ചാൽ മുസ്ലിം പേരുള്ള ആളുകൾ വിജയിച്ചതിനകത്ത് വർഗീയതയുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഓരോ പാർട്ടികളും അവരുടെ സ്ട്രോങ് ഹോൾഡിൽ ആളുകളെ ജയിപ്പിക്കുന്നു. അതിനകത്ത് പക്ഷേ മുസ്ലിം ലീഗ് ജയിക്കുന്നിടത്ത് മാത്രം പേരെടുത്ത് വെച്ച് പറയുക എന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ പേടിച്ചാണ് കേരളത്തിൽ ജീവിക്കുന്നത് എന്ന്. ഒരർത്ഥത്തിൽ ക്രിസ്ത്യാനികളെയും കൂടി അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ഞാൻ ഭരിക്കുന്ന കേരളത്തിൽ ആരും ആരെയും ഭയന്നല്ല ജീവിക്കുന്നത് എന്ന് പറയാൻ പോലും മുഖ്യമന്ത്രി രംഗത്ത് വരുന്നില്ല എന്ന് നാം കാണുക. അപ്പോൾ ഏത് നിലയ്ക്കുള്ള വർഗീയ വംശീയതയും പറയാൻ ആളുകൾക്ക് അവസരമൊരുക്കുന്നത് എന്നതിൽ നിന്ന് മാറി നേരിട്ട് വർഗീയത പറയുന്നതിലേക്ക് സർക്കാർ സംവിധാനത്തിലെ ആളുകൾ തന്നെയും പോവുകയാണ്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആകമാനം വെറുപ്പിന്റെ വിദ്വേഷ കുത്തൊഴുക്ക് നടക്കുമ്പോഴും ബദൽശക്തിയായി തലയുയർത്തി നിന്ന നാടാണ്. ഇന്ന് ആ നാടിനെ കേരളത്തിന്റെ ഇന്ത്യയുടെ മുമ്പിൽ ഉയർത്തി നിർത്തേണ്ട, മതനിരപേക്ഷതയുടെ പ്രഭാവത്തോടെ അതിനെ ഉയർത്തി നിർത്തേണ്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ, മതനിരപേക്ഷതയിൽ നിന്ന് അണുവിട വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ തന്നെ വർഗീയതയുടെ കൂടാരത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നാം എങ്ങനെ അതിന് പ്രതിരോധത്തിൻ്റെ തടകൾ വയ്ക്കും? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ബൽദേവ് സച്ചിദാനന്ദൻ, ഇടതു നിരീക്ഷകൻ, CPIM ഇന്ന് ചർച്ചയ്ക്ക് ആളെ തന്നിട്ടില്ല. റിജിൽ മാക്കുറ്റി, കോൺഗ്രസിൽ, മുഹമ്മദ് ഹനീഫ നിരീക്ഷകൻ, ഫാദർ അജി തറയിൽ നിരീക്ഷകൻ എന്നിവരാണ് എന്നോടൊപ്പം ഉള്ളത്. ആദ്യം ഫാദർ അജി തറയിൽ. നോക്കൂ, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ഭയന്നിട്ടാണ് ജീവിക്കുന്നത് എന്ന്. അതിലൊരു വ്യക്തത വരുത്തേണ്ട, അല്ലെങ്കിൽ ആ വാക്ക് തള്ളിക്കളയേണ്ട സർക്കാരിൻ്റെ ഭാഗമായ ആളുകൾ ആരും രംഗത്ത് വരുന്നത് കാണുന്നില്ല. പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോലും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ ആരും വരാൻ ഭയപ്പെടുകയാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? എൻ്റെ ചോദ്യം ഇതാണ്. അങ്ങ് ക്രിസ്ത്യൻ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പുരോഹിതൻ നില കൂടിയാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന് ആ നിലക്കുള്ള ഭയപ്പാടുണ്ടോ? ഞാൻ ക്രിസ്ത്യൻ ഈ ചോദ്യത്തിന് പ്രധാനമായിട്ടുള്ള കാര്യം ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് പറയാനായിട്ടാവില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. എന്നാലും തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്, ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് എൻ്റെ നിലപാടുകൾ ഞാൻ കൃത്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രീ സജി ചെറിയാൻ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം യുവജന കാര്യങ്ങളുടെ മന്ത്രിയാണ്. അദ്ദേഹം അത്യന്തം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പേര് നോക്കി നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കണം. ചില സ്ഥലത്ത് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വസ്ത്രം നോക്കി, ഭക്ഷണം നോക്കി നിങ്ങൾ ആളുകളെ തിരിച്ചറിയണം എന്ന് പറയുന്ന വർഗീയതയുടെ വളരെ രൂക്ഷമായൊരു വേർഷൻ തന്നെയാണ് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഇടതുപക്ഷത്തിൻ്റെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇത് ശ്രീ സജി ചെറിയാൻ്റെ മാത്രം ഒരു അഭിപ്രായമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി രംഗത്ത് വരുമായിരുന്നു, മുന്നണി രംഗത്ത് വരുമായിരുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഒരു മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഗവൺമെൻറ് മിഷണറി അല്ലെങ്കിൽ മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ട് തിരുത്തുമായിരുന്നു. എന്നാൽ അദ്ദേഹം പ്രസ്താവന പറഞ്ഞ് ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും അദ്ദേഹം ആ പ്രസ്താവന തിരുത്തിയിട്ടില്ല. അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നണിയോ രാഷ്ട്രീയ പാർട്ടിയോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഗവൺമെൻറ്റോ ആ പ്രസ്താവന തിരുത്താത്തതുകൊണ്ട് അപ്പോൾ ഈ പ്രസ്താവന ശ്രീ സജി ചെറിയാൻ്റെ മാത്രം പ്രസ്താവനയല്ല, അത് ഗവൺമെൻറ്റിൻ്റെയും മുന്നണിയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും, അതായത് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു നിലപാടായിട്ട് മാറിയിരിക്കുകയാണ്. ഈ നിലപാട് കേരളത്തിൽ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു വേർഷൻ നമ്മൾ കണ്ടത് ഒരു 3 മാസം മുമ്പാണ്. ആ 3 മാസം മുമ്പ്
തുടങ്ങി, അതായത് ഇവിടുത്തെ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തുടങ്ങിയ ഒരു അതിതീവ്ര വലതുപക്ഷ സർക്കാരിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ പദ്ധതിക്ക് ഒരു പേരുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയല്ല, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയാണ്. ആ രാഷ്ട്രീയ പദ്ധതിയുടെ പേരാണ് വിദ്വേഷ രാഷ്ട്രീയം, അല്ലെങ്കിൽ നമുക്ക് അറിയാം ഹേറ്റ്രഡ് പൊളിറ്റിക്സ്. ഈ ഹേറ്റ്രഡ് പൊളിറ്റിക്സിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു വേർഷൻ ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം ദുഃഖകരമാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു വേർഷൻ ഒരു ഇടതുപക്ഷ സർക്കാർ നടത്തുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മതപരമായ ഘടകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ മതങ്ങളെ ഭിന്നിപ്പിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളെ വളരെ കൃത്യമായിട്ട് മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് ഒരു രാഷ്ട്രീയ പദ്ധതി ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ശ്രീ സജി ചെറിയാൻ്റെ വായിൽ നിന്ന് മാത്രമല്ല വന്നത്, അവരുടെ ഗവൺമെന്റിൽ ഇല്ലെങ്കിലും പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവിൽ നിന്ന് അത് വന്നു. ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇവിടെ ഭരിക്കുന്നത് മറ്റു ചിലരായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒന്ന് നോക്കിക്കേ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇവിടെ മലപ്പുറത്തും കാസർഗോട്ടും ജയിച്ചവരാരെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്നാ പറഞ്ഞത്. എത്ര നിരുത്തരവാദിത്വപരമായിട്ടുള്ള, ലജ്ജാകരമായിട്ടുള്ള, ഹീനമായിട്ടുള്ള പ്രസ്താവനയാണിത്. അദ്ദേഹം തന്നെ ഇത് ആത്മശോധന ചെയ്യണം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് ഇവിടുത്തെ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞ ഒരു മിനിസ്റ്ററിൽ നിന്ന് ഒരിക്കലും വരാൻ പാടുള്ള ഒരു പ്രസ്താവനയല്ല അത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ ജനങ്ങളെ നിങ്ങൾ ഏത് ഭാഗത്തിൽപ്പെടുത്തും? ഇപ്പം ഞാനൊരു മലപ്പുറംകാരനാണ്, ഞാൻ വോട്ട് ചെയ്ത വ്യക്തിയാണ്. ഇതാ എൻ്റെ കയ്യിലുമുണ്ട്, വോട്ട് ചെയ്തതിൻ്റെ അടയാളമുണ്ട്. ഈ വോട്ട് ചെയ്തവരെ നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടുത്തും? ഗവൺമെന്റ് അതിഹീനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസ്താവന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തോട് എനിക്ക് എൻ്റെ ബഹുമാനം ഇത് വർദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതേപടി പറഞ്ഞാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായ ഞാനും ഒക്കെ ഇവിടെ കടന്നു പോകും, പിന്നീട് ഓർമ്മയായിട്ട് മാറും. പക്ഷെ കേരളം ഇവിടെ നിലനിൽക്കും. ഇവിടുത്തെ ആളുകൾ തമ്മിൽ പരസ്പരം ഭിന്നിക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നോക്കൂ, ഈ ഒരു മുസ്ലിം മൈനോറിറ്റിയെ മാത്രം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ മാത്രം ഒരു ഓരത്തേക്ക് മാറ്റി നിർത്തി ബാക്കി എല്ലാവരെയും അവർക്കെതിരാക്കുക എന്ന പയറ്റുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾ. അതിൽ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യധാരയിൽ കാണാം. വെള്ളാപ്പള്ളി പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യം എന്നാണ്. എന്നുവെച്ചാൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും പറഞ്ഞമല്ലോ അങ്ങനെ ഒരു ഭയപ്പാടും ഇവിടെ ഇല്ല എന്ന് പറയാൻ. കാരണം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്നുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരും വരുന്നില്ല, CPM നിന്ന് ആരും വരുന്നില്ല, വെള്ളാപ്പള്ളി തടയാൻ കോൺഗ്രസിൽ നിന്ന് പോലും സതീശനല്ലാതെ ആരെയും നമ്മൾ കാണുന്നുമില്ല. അപ്പോൾ ആ പെർട്ടിക്കുലർ പ്രസ്താവനയുള്ളൂ ക്രിസ്ത്യാനികളെ കൂടി ഈ വിദ്വേഷധാരയുടെ ഭാഗമാക്കാനുള്ള ശ്രമം. അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതെന്തുമാത്രം വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള സംഗതിയാണ്? ആ പ്രസ്താവനയിലത്തെ അപകടം ശ്രദ്ധിക്കുക. ശരിക്കും ആ പഴഞ്ചൊല്ല് പറയുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറയുന്ന ഒരു ചൊല്ലാണത്, ഒരു ഫ്രേസാണ്. പക്ഷെ അതിൽ നിന്ന് നമ്പൂതിരി അങ്ങ് മാറ്റി. എന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്? നായാടി മുതൽ നസ്രാണി വരെ. ഈ കൂട്ടത്തിൽ മുസ്ലിം സഹോദരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ആ പറഞ്ഞതിൽ. നമ്മുടെ ഈ രാജ്യത്ത് ഒരു വിഭാഗം സഹോദരങ്ങളെ മാറ്റി നിർത്തിയാണോ ഐക്യം ഉണ്ടാക്കേണ്ടത്? മനുഷ്യരെ തമ്മിൽ വിഘടിപ്പിച്ച്, അതായത് ഒരു കൂട്ടരെ മുഴുവനും ഒരു സമൂഹത്തെ മറ്റു സമൂഹത്തിന് എതിരാക്കി മാറ്റുക, ഇത് വിദ്വേഷ രാഷ്ട്രീയം എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഹേറ്റ് പൊളിറ്റിക്സ് എന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എപ്പോഴും ഡിവിഷനുണ്ട്. ഞങ്ങൾ, നിങ്ങൾ. ഇവിടെ ഞങ്ങളായിട്ട് ഒരു വിഭാഗത്തെ അങ്ങ് സൃഷ്ടിക്കുന്നു, മറ്റൊരു വിഭാഗത്തെ നിങ്ങൾ ശത്രുക്കളായിട്ട് മാറ്റുന്നു. ഈ വിദ്വേഷ രാഷ്ട്രീയം പയറ്റുന്ന എല്ലാവരും ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അവർ ഒരു ശത്രുക്കളെ സൃഷ്ടിക്കും. ഇവിടെ ഇപ്പോൾ പറയുകയാണ് മുസ്ലിംസ് നിങ്ങളുടെ ശത്രുക്കളാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ മറ്റു സ്ഥലത്ത് വടക്കേ ഇന്ത്യയിൽ എന്താ പറയുന്നത്? വടക്കേ ഇന്ത്യയിൽ ഇപ്പൊ ജബൽപൂർ ആവട്ടെ, ഛത്തീസ്ഗഡിലെ മറ്റു സ്ഥലങ്ങളിലായിക്കോട്ടെ, ഡൽഹിയിലായിക്കോട്ടെ, അവിടെ എന്താ പറയുന്നത്? ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ശത്രുക്കളാണ്. ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് എന്താ?
ശത്രു ഉണ്ടാവണം. ശത്രു ഉണ്ടെങ്കിൽ മാത്രമേ അണികളെ ഉത്തേജിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ശ്രദ്ധയെ മാറ്റിയിട്ട് ശത്രുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവിടുത്തെ ശത്രു എന്ന് പറയുന്നത് ഒരു എന്ന് പറഞ്ഞ ഭാവനയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ശത്രുവാണ്. ഇവിടുത്തെ ഇപ്പൊ ഞാൻ മലപ്പുറംകാരനാണ്, മലപ്പുറത്തുള്ള ഒരു മനുഷ്യനാണ്. മലപ്പുറത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലങ്ങളെല്ലാം ചെലവഴിച്ച ഒരു വ്യക്തിയാണ്. ഈ മലപ്പുറത്തുള്ള ക്രിസ്ത്യാനികളോട് ചോദിക്കൂ, അവിടുത്തെ ഹിന്ദുക്കളോട് ചോദിക്കൂ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടുത്തുകാർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന ഒരു വ്യാജ നിർമ്മിതിയാണിത്. ഒരു പൊതുബോധം നിർമ്മിക്കുകയാണ്. ഈ മുസ്ലിങ്ങൾ നിങ്ങൾ ശത്രുക്കളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് മുസ്ലിങ്ങളാകാം, നാളെ അത് ക്രിസ്ത്യാനികളാകാം, നാളെ അത് എങ്ങനെയായിട്ട് മാറാം? ദളിതനായിട്ട് മാറാം. ഇപ്പൊ അമേരിക്കയിലെ പ്രശ്നക്കാരാരാണ്? ഒരു കുടിയേറ്റക്കാരാണ്. ബ്രിട്ടനിലെ പ്രശ്നക്കാരാരാ? കുടിയേറ്റക്കാരാണ്, മൈഗ്രൻസ് ആണ്. ആ മൈഗ്രൻസിൽ ഇന്ത്യക്കാരാണ് ഉള്ളത്. അപ്പൊ ഈ ലോകത്തെല്ലായിടത്തും പയറ്റുന്ന ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ സ്പോൺസർഷിപ്പിൽ, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തിരുത്തി പറയണം, സ്പോൺസർഷിപ്പിൽ സമുദായ നേതാക്കളെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുന്നത് അത്യന്തം ദുഃഖകരമാണ്. ഇത് നമ്മൾ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ കാര്യം നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം, അഡ്രസ് ചെയ്യണം. എല്ലാ മതസ്ഥരും, എല്ലാ മനുഷ്യരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയം മാറ്റിവെച്ച് മുന്നോട്ട് പറഞ്ഞ് പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യുകയും തെറ്റാണെന്ന് പറയുകയും ചെയ്തില്ലെങ്കിൽ ഇത് കൂടുതൽ ഇവിടെ വരും. ഇത് ശത്രുക്കൾ കൂടുതൽ നിർമ്മിക്കപ്പെടും. ഇങ്ങനെ ശത്രുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ഈ കാര്യങ്ങൾ ഇതിലൂടെയാണ് എപ്പോഴും നമ്മുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് മാറുന്നത്. സർക്കാർ സ്പോൺസേഡ് വെറുപ്പ് പ്രചാരണ പരിപാടിയാണിത് എന്ന് പറയുകയാണ് ഫാദർ പുതിയ പറമ്പിൽ. ഞാനൊന്ന് പറയാം, റിജിൽ മാക്കുറ്റിയും ഇനിയിപ്പോൾ ഇതിനെതിരെ ഉറക്കെ സംസാരിച്ച ഒരാൾ കോൺഗ്രസിന്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശനാണ്. പക്ഷേ വി.ഡി. സതീശൻ ഒറ്റയ്ക്കായി പോയല്ലോ. എന്തേ അദ്ദേഹം പറയുന്ന അതേ കനത്തിലുള്ള പിന്തുണ പാർട്ടിക്കകത്ത് നിന്ന് കിട്ടാതെ പോയത്? ശ്രീ നിഷാദെ, അങ്ങനെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ UDFന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശവും അധികാരമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് പാർട്ടിയുടെയും മുന്നണിയുടെ അഭിപ്രായമാണ് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത്. ആ വി.ഡി. സതീശൻ പറയുന്ന അഭിപ്രായം തന്നെയാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. വി.ഡി. സതീശൻ പറഞ്ഞ അഭിപ്രായം തെറ്റാണെന്ന് ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഫാദർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ ഒരു സംഘപരിവാരത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ CPM അതിനുവേണ്ടിയുള്ള സംഘപരിവാറിന് വളരാനുള്ള ഒരു പ്രതലം ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു പരിസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഏറ്റവും നീചവും പൈശാചികവുമായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സജി ചെറിയാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സ്വാഭാവികവും ഞാൻ കരുതിയത്, സജി ചെറിയാൻ പറയുന്നത് കേൾക്കുമ്പോൾ ശശികലയുടെ നാവിൽ നിന്ന്, അതോടൊപ്പം സെൻകുമാറിൻ്റെ നാവിൽ നിന്ന്, അതുപോലെ കെന്നഡി കരിമ്പങ്കാലയെ പോലുള്ള കാസയുടെ ആളുകളൊക്കെ പറയുന്നത് പോലെ ആ കാസയുടെയൊക്കെ മൂത്താപ്പയായി ഈ പറയുന്ന സജി ചെറിയാൻ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് അയാളുടെ പ്രസ്താവനയിൽ കാണാൻ സാധിച്ചത്. തീർച്ചയായും എത്ര ബാലിശമായിട്ടാണ് ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടന കുന്തവും കൊടച്ചക്രവും എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾക്ക് ഭരണഘടനയോടോ അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തോട് ഒരു തരത്തിലുള്ള മമതയോ ഒരു താല്പര്യമില്ല എന്ന് തൻ്റെ വാക്കിലൂടെ തെളിയിച്ച ഒരാളാണ്. ആ ഭരണഘടനയ്ക്ക് കുന്തത്തിൻ്റെയും കൊടച്ചക്രത്തിൻ്റെയും വില കാണിപ്പിച്ച അയാൾക്ക് അത് തൊട്ട് സത്യപ്രതിജ്ഞ ഒരു മന്ത്രി ഇത്രയും മോശപ്പെട്ട രൂപത്തിൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ കാണുന്നത് ഉത്തരേന്ത്യയിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി RSSൻ്റെയും സംഘപരിവാറിൻ്റെയും അവിടുത്തെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ മന്ത്രിമാരും വരുമ്പോൾ കേരളത്തിൽ ഇതാ ഞാനാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്, ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്ന് അയാൾ വിളിച്ചു പറയല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാകുമ്പോൾ സജി ചെറിയാൻ്റെ ലക്ഷ്യം രണ്ടെണ്ണം. ഒന്നാം പ്രധാനപ്പെട്ട ലക്ഷ്യം സജി ചെറിയാൻ ചെങ്ങന്നൂർ മത്സരിക്കണം. ചെങ്ങന്നൂർ മത്സരിക്കുമ്പോൾ ഇത്തവണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്ത് BJP ആണ് ഭരിക്കുന്നത്. അവിടെ സജി ചെറിയാൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ നിതിൻ ചെറിയാൻ മത്സരിച്ച ബുധനൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ CPMന് വോട്ടിൻ്റെ ലീഡുണ്ട്. പക്ഷേ അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്? BJP ആണ്. അപ്പോൾ BJPക്ക് വേണ്ടി തൻ്റെ നിയോജക മണ്ഡലത്തിൽ വീണ്ടും തനിക്ക് മത്സരം ജയിക്കണമെങ്കിൽ BJPയുടെ പിന്തുണ വേണം. അതിനെന്താ വഴി? അതിന് വഴി RSSൻ്റെ നാവായി, സംഘപരിവാറിൻ്റെ നാവായി, ബജറംഗദളിന്റെ നാവായി, വിശ്വ ഹിന്ദു പരിഷത്ത് നാവായി സജി ചെറിയാൻ സ്വയം അങ്ങ് അവരോധിച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂർ മാത്രമല്ല, അത് കേരളത്തിലും, പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സർക്കാർ ഈ കാലം അത്രയും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ പ്രീണനം, ആ പ്രീണനത്തിന്റെ ഭാഗമായി വലിയ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട് എന്നുള്ളതും തെരഞ്ഞെടുപ്പിന് അത് പ്രതിഫലിച്ചു എന്നുള്ളതുകൊണ്ട് എന്നത് ആർക്കും സംശയമുള്ള കാര്യമല്ല. നിങ്ങളത് വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഒറ്റക്കെട്ടായ ഒരു സമീപനവും ക്ലാരിറ്റിയുള്ള സമീപനവും അക്കാര്യത്തിൽ ഉണ്ടാവണം. പക്ഷേ റിജിൽ മാക്കുറ്റി താങ്കൾക്കുണ്ട്, ഞാൻ തർക്കിക്കില്ല.
പ്രതിപക്ഷ നേതാവും പറയുന്നു അത്. പക്ഷേ എല്ലാവർക്കും ഇല്ല. രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു സമുദായ നേതാവിനോടും പരിധിവിട്ട വിദ്വേഷമോ വിരോധമോ ഒന്നുമില്ല, എല്ലാവരെയും അദ്ദേഹം കാറിൽ കയറ്റുമെന്നാണ് ഞങ്ങളുടെ അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞത്. KC വേണുഗോപാലിനോട് ചോദിച്ചാൽ അദ്ദേഹവും അഭിപ്രായം പറയില്ല, അദ്ദേഹത്തെ KPC ബസിനോട് ചോദിച്ചാൽ അദ്ദേഹവും അഭിപ്രായം പറയില്ല. അഭിപ്രായം വളരെ കൃത്യമായി പറയുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവാണ്. പിന്നെ താങ്കളെ പോലുള്ള ആൾക്കാരും പറയും. പക്ഷേ നിങ്ങളുടെ ഈ സീനിയർ ലേയേഴ്സിലുള്ള സതീശനല്ലാതെ ആരും മിണ്ടുന്നില്ല. അപ്പം എല്ലാവർക്കും വെള്ളാപ്പള്ളിയെ പേടിയാണോ? ഞാൻ പറയുന്നു, വി.ഡി. സതീശൻ അത്തരം നിലപാടെടുത്തപ്പോൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുണ്ടായിട്ട് സ്വീകാര്യതയുണ്ട്. അത് നിലപാടാണ്. ആ നിലപാട് അദ്ദേഹം പറയുന്നു, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടട്ടെ, ജയിക്കട്ടെ. പക്ഷേ അതല്ലല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനപ്പുറത്തേക്ക് നമ്മുടെ നാട് കേരളം ഇതുപോലെ ഉണ്ടാവണം. ഇന്ന് അദ്ദേഹത്തെ പ്രസംഗത്തിൽ ശ്രീ ഫാദറോട് സൂചിപ്പിച്ചല്ലോ പറഞ്ഞു, പിണറായി വിജയനും വി.ഡി. സതീശൻ കടന്നു പോകും, പക്ഷേ കേരളം ഇവിടെ വേണ്ടേ? അങ്ങനെ കേരളം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മതനിരപേക്ഷത പറയുന്ന ഒരു പാർട്ടിയാണ് പറയുന്നത്. നിങ്ങൾ കാസർഗോഡ് നോക്കൂ, അവിടുത്തെ ജയിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ പേര് നോക്കൂ, നിങ്ങൾ മലപ്പുറത്ത് നോക്കൂ എന്ന് പറയാണ്. അങ്ങനെ പറയുന്ന ഒരാൾ. അതോടൊപ്പം AK ബാലൻ പറയുന്നത് ഇവിടെ പിന്നെ UDF വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ കേരളത്തിൻ്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനക്ക് എത്ര MLA മാരുണ്ട്, എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എത്ര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എത്ര ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്? എന്തിനാണ് അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയെ ആ രൂപത്തിൽ കൊണ്ടുവന്നുകൊണ്ട് കടുത്ത ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ടാക്കുന്നത്? മുസ്ലിങ്ങൾക്കെതിരെയാണ് ജമാഅത്ത് ഇസ്ലാമി പേര് കാണിച്ച് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഏറ്റവും ഹീനമായ രൂപത്തിലുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം തയ്യാറാകും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും സുകുമാരൻ നായർ പറയുന്നതും ഒന്നും അംഗീകരിക്കുന്നവരായി ഇരിക്കില്ല. ഞാനൊരു ശ്രീനാരായണീയനാണ്. ഞാൻ ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്ന ഒരാളാണ്. ഗുരുദേവൻ പറഞ്ഞത് എന്താണ്? പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടാൽ അലയാതെ അമർന്നിടണമെന്നാണ്. അങ്ങനെ പറഞ്ഞ ഗുരുദേവന്റെ ഏറ്റവും വലിയ സങ്കല്പങ്ങൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശയങ്ങൾ ഈ നാട്ടിനകത്ത് വിശ്വസിക്കുന്ന ഒരാളും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈ രാഷ്ട്രീയത്തെ അംഗീകരിക്കില്ല എന്നുള്ള ബോധ്യമുണ്ട്. അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ ഇക്കാലം അത്രയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനകത്ത് എന്തുണ്ടായി എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മലപ്പുറത്തെ കുറിച്ച് പറയുന്നു, ക്രിസ്ത്യാനികൾക്ക് ഭയമാണെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കുക, മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് അവിടെ മത്സരിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയത് ജനറൽ സീറ്റിൽ, ആ ജനറൽ സീറ്റിനകത്ത് മത്സരിപ്പിച്ച് ജയിച്ചത് അവിടെയുള്ള AP സ്മിത എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന മുസ്ലിം ലീഗിനെയും അതോടൊപ്പം തന്നെ ആ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് ഈ നാട്ടിനകത്ത് വിജയിച്ചു കയറാമെന്നുള്ള മോഹമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ തീ കത്തിക്കുന്ന രൂപത്തിലേക്ക് ഈ കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തെ ഈ നാട് തിരിച്ചറിയുക തന്നെയും ആ തെരഞ്ഞെടുപ്പോടുകൂടി CPM-ന് അതിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്ന സമയത്ത് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ആര് നിലപാടെടുക്കുന്നു ആ നിലപാടിന്റെ കൂടെ തന്നെയാണ് ഈ നാടിന്റെ ജനത എന്നെ സംബന്ധിച്ച് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. മുഹമ്മദ് ഹനീഫ, ഇപ്പം നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങിയിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ഒരു വശത്ത് നിർത്തി ബാക്കി എല്ലാവരെയും കൂടി സംഘടിപ്പിച്ച് CPM-ന് അനുകൂലമായ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി വീണ്ടും അവരെ കൊണ്ടുവരിക എന്ന പ്ലാനിലാണ്. അതിൽ എന്തുമാത്രം ഒരു സാധ്യത അതിനകത്ത് ഇവർ കാണുന്നുണ്ട്? കാരണം നമ്മൾ കുറേ തവണയെ നോക്കുമ്പോൾ അതങ്ങനെ പൂർണ്ണമായും വർക്ക് ചെയ്ത് കാണുന്നില്ല. പക്ഷേ ഇപ്പോഴും അതിനകത്ത് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാനാണ്, ആ പ്രോജക്റ്റിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാനാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അതിൻ്റെ ഒരു സാധ്യത എന്തുമാത്രമാണ്? തീർച്ചയായും ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഫാദറെ ഒരു ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യാതെ ഈ ചർച്ച മുന്നോട്ട് പോകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം എടുത്ത ധീരമായ നിലപാട്, വളരെ വ്യക്തമായ വാക്കുകളിൽ മലപ്പുറത്ത് ജീവിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തെയും മലപ്പുറത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടിനെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. താങ്കൾ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ ഈ പ്രോജക്റ്റ് എത്രമാത്രം വിജയിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്. അത് പലതരത്തിൽ നമുക്ക് കാണാം. രണ്ട് സാധ്യതകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ഫാദറെ പോലെ സാധാരണ മനുഷ്യർ കേരളത്തിലും മലപ്പുറം ജില്ലയിലും എല്ലാ പ്രദേശങ്ങളിലും ജീവിക്കുന്ന സാധാരണ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ നിന്ന് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പല മേഖലകളിലും പിന്നെ നേരത്തെ UDF നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ ബാധിക്കും എന്ന് നമ്മൾ വിചാരിച്ച പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ
കാസയുടെ നേതൃത്വത്തിൽ BJPക്ക് വേണ്ടിയും ഇടതുപക്ഷം തന്നെ എൻഡോഴ്സ് ചെയ്ത പല പ്രചരണങ്ങളും കാസ നടത്തിയിട്ടും അതൊന്നും ആ മേഖലകളിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ ഫലം കൂടിയാണ്, അതിൻ്റെ കൂടി പ്രതികരണത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് നമ്പൂതിരിക്ക് ശേഷം നസ്രാണിയെ ചേർത്ത് വെക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. എങ്ങനെ നസ്രാണിയെ കൂടി ഉൾപ്പെടുത്തി ഇതിനെ വിപുലീകരിക്കാം, ഈ ക്യാമ്പയിൻ എങ്ങനെ വിപുലീകരിക്കാമെന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ സജി ചെറിയാനുള്ള കാര്യങ്ങളിലേക്ക് നോക്കുക. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇത്രയും കാലം ഈ വെള്ളാപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ വിദ്വേഷ പ്രചാരണം CPM ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഘട്ടത്തിലാണ് അതിൻ്റെ രണ്ടാം ഘട്ടം, ക്യാമ്പയിൻ്റെ രണ്ടാം ഘട്ടം ആണിപ്പോൾ നമ്മൾ കാണുന്നത്. AK ബാലൻ രംഗപ്രവേശം ചെയ്തു, പാർട്ടി രംഗപ്രവേശം ചെയ്തു, ഇപ്പോൾ അത് ഗവൺമെൻറ്റിൽ മന്ത്രി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. എന്താണ് സജി ചെറിയാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം അത് ചെങ്ങന്നൂരിലൊരു വിജയം മാത്രം, റിജിൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ ഇത് ചെങ്ങന്നൂരിലൊരു വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല സജി ചെറിയാൻ്റെ പ്രോജക്റ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് മലപ്പുറത്തെ എണ്ണം പറയുമ്പോൾ, അവരുടെ പേര് പറയുമ്പോൾ, കാസർകോട്ടെ എണ്ണവും പേരും പറയുമ്പോൾ ഇതിന് മറുവശത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാവണം, കുറെ കൂടി രൂക്ഷമായ ഒരു പ്രതികരണം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു തർക്കത്തിലേക്ക് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇതിനോട് പ്രതികരിക്കണം, കോട്ടയത്തെ കണക്ക് ചോദിക്കണം, ആലപ്പുഴയിലെ കണക്ക് ചോദിക്കണം, അല്ലെങ്കിൽ മറ്റു പല ജില്ലകളിലെയും കണക്ക് ഇപ്പുറത്തുനിന്ന് മറുവശത്തുള്ള ആളുകൾ കണക്കുകൾ ചോദിക്കണം. അവിടെ എങ്ങനെ, ഇവിടെ എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് തർക്കങ്ങളുടെ മാനം മാറ്റണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുന്നതിന് പിടികൊടുക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ചെയ്യുന്നത്. വളരെ വ്യക്തമായ നിലപാടാണ് അവരെടുക്കുന്നത്, വളരെ ബുദ്ധിപരമായ നിലപാടാണ് എടുക്കുന്നത്. വേണമെങ്കിൽ ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന് മുസ്ലിം ഏകീകരണമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ ഘട്ടം അതിന് അനുയോജ്യമായ ഘട്ടമാണ്. അവർക്ക് വേണമെങ്കിൽ അത്തരത്തിൽ മുസ്ലിം ഏകീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇതിന് മറുപടിയായി നടത്താവുന്നതാണ്. അത്തരം ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഫാക്റ്റും കണക്കുകളും വസ്തുതകളും വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ, പലതരം അക്കാദമിക ചർച്ചകളും നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിനിലേക്ക് മുസ്ലിം ലീഗ് എന്തുകൊണ്ട് കടക്കുന്നില്ല? ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 2016 നമ്മളിവിടെ കണ്ട ഒരു പ്രചരണ മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം LDF വരും എല്ലാം ശരിയാവും എന്നാണ്. ആ മുദ്രാവാക്യത്തോട് പ്രതികരിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും പ്രതികരിച്ചുകൊണ്ടും പറഞ്ഞ എല്ലാ ആളുകളും യഥാർത്ഥത്തിൽ ആ മുദ്രാവാക്യത്തെ പോപ്പുലൈസ് ചെയ്യുകയാണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ആ മുദ്രാവാക്യത്തെ ജനകീയവൽക്കരിക്കുക, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രചാരം നേടിക്കൊടുക്കുന്നതിൽ അതിനോട് അനുകൂലമായി പ്രതികരിച്ചവരും പ്രതികൂലമായി പ്രതികരിച്ചവരും പങ്കുവച്ചിട്ടുണ്ട് എന്ന് ആ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടു. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ വർഗീയതയിലൂടെ അധികാരം, അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ക്യാമ്പയിൻ. വർഗീയതയിലൂടെ അധികാരം എന്ന ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന് തലവെച്ച് കൊടുക്കാതിരിക്കുക എന്ന കാര്യമാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. നമ്മൾ നോക്കി, ഈ സജി ചെറിയാൻ ആദ്യം പറഞ്ഞതിനേക്കാൾ അപകടകരമാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അദ്ദേഹം ആദ്യം എന്താണ് പറഞ്ഞത്? അത് പേര് നോക്കി നമുക്ക് ആളുകളെ മനസ്സിലാക്കാം. ഇത് മോദി പറഞ്ഞതിൻ്റെ അനുരണനമാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ വിശദീകരണം നോക്കൂ. വിശദീകരണം നമ്മൾ കാലാകാലങ്ങളായി ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിച്ച കാലം മുതൽ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ആത്യന്തികമായി വർഗീയതയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആയിരിക്കുമെന്ന് ഒരുപാട് ആളുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന് യാദൃശ്ചികമായാണെങ്കിലും ഈ സജി ചെറിയ അതാണ് പറയുന്നത്. കാസർഗോഡ് ഉദാഹരണം അദ്ദേഹം അങ്ങനെയാണ് പിന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ BJP ഒരു വശത്ത് ജയിച്ചു, മറുവശത്ത് മുസ്ലിം ലീഗ് ജയിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം സംഭവിച്ചതല്ല. മുൻപും കാസർഗോഡ് മേഖലയിൽ, പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെ അറ്റത്ത് BJP-യാണ് രണ്ടാം സ്ഥാനത്ത് ജയിക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ, പിന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിലും BJP-യും UDF-ഉം തമ്മിലാണ് മത്സരം. അവിടെ പുതുതായി BJP ശക്തി പ്രാപിച്ചതല്ല, ഈ ക്യാമ്പയിൻ ആരംഭിച്ചതിന് ശേഷം ശക്തി പ്രാപിച്ചതല്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ക്യാമ്പയിൻ ഇങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ BJP ഒരു വശത്ത് ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. ഇതല്ലേ നമ്മൾ അത് തിരിച്ച് CPM-നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPM-നോട് ഈ ക്യാമ്പയിൻ ആരംഭിച്ച കാലം മുതൽ ഇവിടെയുള്ള മതേതര വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നടത്തുന്ന ക്യാമ്പയിൻ്റെ ആത്യന്തിക ഗുണഭോക്താക്കൾ BJP ആയിരിക്കും എന്നാണ്. അത് അവർക്ക് മനസ്സിലാവാതെ തിരിച്ച് പറയുക, അതൊരു ന്യായീകരണമായിട്ട് പറയുക. രണ്ടാമത്തെ കാര്യം, മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം കാസർഗോട്ടെക്കുറിച്ച് പറഞ്ഞ കാര്യം അവിടെ ഇരിക്കട്ടെ. മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞതിന് ന്യായീകരണം ഉണ്ടായിട്ടില്ല, അതിന് വിശദീകരണം ഉണ്ടായിട്ടില്ല. ഇവർ വിശദീകരിക്കും തോറും വഷളാവുന്നത് നമ്മൾ ഈ കാര്യത്തിൽ മാത്രമല്ല, ബാലൻ്റെ കാര്യത്തിൽ നമ്മളുണ്ട്. ആ കാര്യം കൂടി ഞാൻ പറയട്ടെ. ബാലൻ എന്താണ് പറഞ്ഞത്? AK ബാലൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് വിശദീകരണം വന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി എന്താണ്, മുസ്ലിം ജമാഅത്ത് എന്താണ്, ജമാഅത്ത് എന്ന പദം എന്താണ്? നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. കോൺഗ്രസ് ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. അതറിയാത്ത ആളുകൾ രണ്ടും കോൺഗ്രസ് ആണെന്ന് വിചാരിക്കുന്ന പോലെ ഒന്നാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് എന്ന്. അതൊരു സാങ്കേതിക പദമാണ്, ഒരു സംഘടനാ രൂപമാണ്, ഒരു സംവിധാനമാണ്. അത് പല മുസ്ലിം സംഘടനകൾ പല തലത്തിൽ ഉപയോഗിക്കുന്നു. മഹല്ല് ജമാഅത്ത് എന്ന് പറയും. മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ്, ഒരു കൂട്ടായ്മയാണ്.
അതൊരു പദമാണ്. കോൺഗ്രസ് എന്ന് എങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് എന്ന് പറയുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പാർട്ടി കോൺഗ്രസും ഒക്കെ ഉണ്ട്, പലതരം കോൺഗ്രസ് ഉണ്ട്. ആ കോൺഗ്രസ് എന്ന് പറയുന്നതിന് ഒരു സാങ്കേതിക വാക്കുകൾ എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ഈ ഇത്രയും കാലം നാദാപുരത്ത് ജനിച്ച് ഉത്തര മലബാറിൽ ജീവിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ 4-5 പതിറ്റാണ്ട് കാലം ജീവിച്ച AK ബാലൻ എന്ന കമ്മ്യൂണിസ്റ്റിന് ഈ സാങ്കേതിക പദങ്ങൾ അറിയില്ല. വിശദീകരിക്കുമ്പോൾ ഈ നിരക്ഷരത മുസ്ലിങ്ങളെക്കുറിച്ച് അവരുടെ കൂടെ ജീവിച്ച മനുഷ്യനുണ്ടാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റിനാണെന്ന് നമ്മൾ ഓർക്കണം. അതൊരു BJP കാരനല്ല. BJP കാരൻ അവരെ മുസ്ലിങ്ങളെക്കുറിച്ച് അറിയണമെന്നോ മനസ്സിലാക്കണമെന്നോ യാതൊരു ഉത്തരവാദിത്വമില്ല. നമ്മളത് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാർ മതനിരപേക്ഷമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഇവിടെയുള്ള ഒരു മുഖ്യ സമൂഹത്തിൻ്റെ പദാവലികൾ അറിയില്ല, അവരുടെ ജീവിതം അറിയില്ല, അവരുടെ സംഘടനകളെക്കുറിച്ച് അറിയില്ല. AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘടന ഇവരുടെ കൂടെയുള്ള സംഘടനയാണ്. അവരേതാണ്, ജമാഅത്തെ ഇസ്ലാമി ഏതാണ് എന്ന് പോലും അറിയാതെ മുൻവിധിയോടുകൂടി സംസാരിക്കുകയാണ്. എന്താണ് ജമാഅത്ത് എന്ന പദം കേൾക്കുമ്പോഴേക്ക് അതൊരു വർഗീയതയുടെ രൂപമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മുസ്ലിങ്ങൾ ഇതിനെങ്ങനെ മനസ്സിലാക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. മുസ്ലിങ്ങൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കണ്ണുപൂട്ടി അടിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പലതും കടന്നു വരുന്നത് എന്ന കാര്യം നമുക്ക് സുവ്യക്തമാണ്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, നോക്കൂ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കാൻ പോലും, അല്ലെങ്കിൽ വിശദീകരിച്ചു പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലല്ല, അതിനപ്പുറം പോയിട്ടുള്ള വംശീയത. അത് നമ്മൾ സാധാരണ കേൾക്കുന്ന വേറെ ചില പോയിന്റുകളാണ്. പക്ഷേ ഇപ്പോൾ CPM-ന്റെ മന്ത്രിമാരിൽ നിന്ന് കേൾക്കുന്നു എന്ന് വെച്ചാൽ ആധികാരികമായിട്ടാണല്ലോ മന്ത്രിമാരൊക്കെ പറയുന്നതിന് ജനമെടുക്കുക. ഏതെങ്കിലും വഴിയെ പോകുന്ന ആൾക്കാർ പറയുന്ന പോലെയല്ല. ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ പ്രസ്താവന അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ പ്രസ്താവന അത് മൊത്തത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ പ്രസ്താവനയായിട്ട് ആരും കണക്കാക്കേണ്ടതില്ല. ആ പ്രസ്താവനയോടെ ഞങ്ങൾ അതിനോട് യോജിക്കുന്നുമില്ല. ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയുടെ നിന്ന് പത്രക്കാർ ചോദിച്ചോ പ്രത്യേകിച്ച് മറുപടി പറഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ മൗനമായിട്ടുള്ളൊരു വിയോജിപ്പ് തന്നെയാണ്. ഇടതുപക്ഷത്തിന് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല, CPM-നും ഇല്ല, CPI-ക്കും ഇല്ല, ഞങ്ങളെപ്പോലുള്ള ചെറിയ ഘടകകക്ഷികൾക്കൊന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. കാര്യം ഏറ്റവും കൂടുതലായിട്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ BJP പോലുള്ള വർഗീയ ഫാസിസ്റ്റുകൾ വളരത്തക്ക രീതിയിലുള്ള അടിസ്ഥാനപരമായ പ്രയോഗങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്ത് വിശദീകരണം തന്നെ ആയിരുന്നാലും മലപ്പുറം കാസർഗോഡ് നോക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വർഗീയ പരിവേഷമുള്ളതുപോലെ എല്ലാവർക്കും തോന്നും. അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്ക് തന്നെയാണെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം. അങ്ങനെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം UDF-ന് ഭൂരിപക്ഷം കിട്ടിയത് മലപ്പുറത്തും കാസർഗോഡ് മാത്രമല്ല, കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ ജില്ലകളാണ്. കൊല്ലം തിരുവനന്തപുരമൊക്കെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലകളാണ്. കൊല്ലവും തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിപ്പോയല്ല, BJP പിടിച്ചു, കൊല്ലത്തെ കോൺഗ്രസും പിടിച്ചു. അപ്പൊ ഇവിടെയൊന്നും അങ്ങനെ ഒരു മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കൊണ്ടല്ല അത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ആ ഒരു അർത്ഥത്തിൽ കാണണ്ട. അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് അത് തെറ്റായ രീതിയിലാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിന് ഇടതുപക്ഷം ഒന്നും അംഗീകരിക്കുന്നില്ല, ഇടതുപക്ഷത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ അംഗീകരിക്കില്ല. പ്രശ്നമുള്ളത് CPI-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ക്യാബിനറ്റ് അംഗവുമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം സർക്കാരിന്റെ ഭാഗമായിട്ടാണ് സാധാരണ നിലയ്ക്ക് നാം മനസ്സിലാക്കുക. അതിങ്ങനെയല്ല എങ്കിൽ അത് വിശദീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. സർക്കാർ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി മൗനമായി വിയോജിച്ചു എന്ന് താങ്കൾ പറയാണ്. എന്തിനാണ് മൗനമായി വിയോജിക്കുന്നത്? തുറന്ന് വിയോജിച്ചുകൂടെ, ഇപ്പൊ താങ്കൾ വിയോജിച്ചതുപോലെ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. അതിനെക്കുറിച്ച് അതിന്റെ സാഹചര്യങ്ങൾ അന്വേഷിച്ച് അദ്ദേഹം പറയാനുണ്ടായ സാഹചര്യം എന്താണ്, അദ്ദേഹം അത് എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞത്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടേറിയറ്റ് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്രസ്താവന നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പോലെ ആരും വിലപ്പെട്ട സംഭാവനകളും നൽകിയിട്ടില്ല. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കോട്ടം സംഭവിച്ചാൽ കേരളത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം RSS എന്ന വർഗീയ ഫാസിസ്റ്റുകൾ ഇവിടെ വീണ്ടും വരും. പിന്നെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം, വെള്ളാപ്പള്ളി നടേശന്റെ സുകുമാരൻ നായരുടെ പ്രസ്താവനയോടെ ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ യോജിക്കുന്നില്ല. അത് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഈ നയങ്ങളോടൊന്നും ഞങ്ങൾ യോജിക്കുന്നില്ല, ഞങ്ങളൊക്കെ വെള്ളാപ്പള്ളിയുടെ നയങ്ങളെ അങ്ങേയറ്റം എതിർത്തവരാണ്. കാരണം ശ്രീനാരായണ ഗുരു മന്നത്ത് പത്മനാഭന്റെ ആശയങ്ങളോടൊന്നും യോജിച്ച് നിൽക്കുന്നവരല്ല വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരൊക്കെ. അവരൊക്കെ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പലതും പറയും. അദ്ദേഹം യോജിക്കുന്നില്ല എന്ന വാചകം കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആർക്കും പറയാവുന്നതാണ്, സേഫ് ആയിട്ട് പറയാമല്ലോ. അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം എന്ന് പറയുന്ന വലിയ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കേരളത്തിലെ ഒരു ശ്രദ്ധേയനായ നേതാവാണ്. അദ്ദേഹം പറയുകയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല മുസ്ലിങ്ങളെ കൊണ്ട് എന്ന്, പേടിച്ചാണ് ജീവിക്കുന്നതെന്ന്. ഒരു കാര്യം അദ്ദേഹം പറയുന്നു, മലപ്പുറത്ത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജീവിക്കാൻ പേടിയാണെന്ന്. അപ്പം നിങ്ങൾ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഭരിക്കുമ്പോൾ നിങ്ങളുടെ കീഴിൽ ഒരു വിഭാഗം ആൾക്കാർ അരക്ഷിതരായി ജീവിക്കുന്നു.
എന്ന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അപ്പോൾ അത് പറയണ്ടേ? വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ്, ക്രിസ്ത്യാനികൾ പേടിച്ചല്ല ജീവിക്കുന്നത്, മലപ്പുറത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം എന്നുപോലും പറയാതെ ഒളിക്കുന്നത് ആരെ പേടിച്ചിട്ടാണ്? വെള്ളാപ്പള്ളിയെ ശരിക്കും ഈ പിണറായി വിജയന് അത്ര ഭയമാണോ? ഇല്ല, അത് ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രമുഖമായ ഒരു സമുദായമാണ് NSS ആയാലും SNDP ആയാലും. ആ സമുദായത്തെ മൊത്തത്തിൽ വ്രണപ്പെടുത്തേണ്ട എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ SNDPയിൽ വരുന്ന ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വെള്ളാപ്പള്ളി പറയുന്ന ഒന്നും അംഗീകരിക്കുന്നില്ല. അല്ല, ഓക്കെ, അത് പോയിന്റാണ്. വെള്ളാപ്പള്ളി പറയുന്ന ഒന്നും അംഗീകരിക്കുന്നില്ല SNDP യോഗത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരെന്ന് താങ്കൾ പറയുന്നു, ശരിയുമാണത്. എന്നിട്ടും പിന്നെ എന്തിനാണ് വെള്ളാപ്പള്ളിയെ പറഞ്ഞാൽ സമുദായത്തിന് ആകെ നോക്കുമെന്നുള്ള പേടി എന്തിനാണ്? അപ്പൊ ആ പറയുന്ന അതല്ല ഞാൻ പറഞ്ഞത്. അത് സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ ഈഴവ ജനത അദ്ദേഹത്തിനെതിരാണെന്നുള്ളൊരു തെളിവാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയെ ആലപ്പുഴയിലെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ. ഇടതുപക്ഷത്തിന്റെ ഞങ്ങളുടെ കുത്തകയായിരുന്നു പല മുനിസിപ്പാലിറ്റികളും. അതിപ്പോൾ UDF നേതൃത്വം പിടിച്ചു. ഈഴവർക്ക് മുൻതൂക്കമുള്ള കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അന്ന് ഞങ്ങൾക്കേറ്റ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പ്രധാന ഞാൻ ചോദിക്കുന്നത് അതാണ്. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ അത്ര ഇമ്പാക്റ്റേ അദ്ദേഹത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റിക്കകത്തുള്ളൂ എന്നിരിക്കെ അദ്ദേഹം പറയുന്ന വഷള് വർത്താനത്തെ തള്ളാൻ എന്തിനു പേടിക്കണം? അല്ല, അത് പിണറായി വിജയനും CPM-ന്റെ ഒരു നയം നമുക്കറിയാമല്ലോ. അവരങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാറില്ല. വെള്ളാപ്പള്ളി പോലുള്ള വിടുവായന്മാർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കൊന്നും വെള്ളാപ്പള്ളി മാത്രമല്ല, പിണറായി വിജയനും CPM നേതൃത്വം പലരും പറയുന്ന കാര്യങ്ങൾ അങ്ങനല്ല. പിണറായി വിജയൻ നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. മത്തായി ചാക്കോ അന്ത്യകുദാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞ പോൾ ചിറ്റലപ്പള്ളിയെ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ടതാണ്. ചില ആളുകൾ, ചില നികൃഷ്ട ജീവികൾ വന്ന് UDF-ന് വേണ്ടി പറയുകയാണ് എന്ന് പറഞ്ഞ പിണറായി വിജയൻ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പാണ് വെള്ളാപ്പള്ളി നടേശനെ കേരള തൊഗാഡിയ എന്ന് വിളിച്ചത്. ഇപ്പോഴാ ഒന്നും വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്. VS അച്യുതാനന്ദൻ ആഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിയെ. VS-ന് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. പിന്നെ എന്താണ് പിണറായി വിജയന് പേടി? തീർച്ചയായിട്ടും VS അച്യുതാനന്ദനും VM സുധീരനും ഒക്കെ വളരെ ശക്തമായിട്ട് വെള്ളാപ്പള്ളി വിമർശിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങളും ഒക്കെ ശക്തമായിട്ട് വിമർശിക്കുന്ന കൂട്ടത്തിലാണ്. വെള്ളാപ്പള്ളി അല്ലല്ലോ, വ്യക്തിയല്ല വിമർശിക്കുന്നത്. അദ്ദേഹം പറയുന്ന വിവരക്കേടുകൾ. വിവരക്കേടൊന്നുമല്ല, അദ്ദേഹം ആസൂത്രിതമായ വർഗീയത പറയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വിവരക്കേട്. അദ്ദേഹം നോക്കൂ, SNDP യോഗത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി RSS-ന് കൊടുത്തയാളാണ്. അദ്ദേഹത്തിന് വെൽ പ്ലാൻഡ് ആണ്. അദ്ദേഹത്തിന്റെ മകനെ എവിടെ പ്രതിഷ്ഠിക്കണം, ആ രാഷ്ട്രീയ ധാരയ്ക്ക് വെള്ളവും വളവും കോരുകയാണ് അദ്ദേഹം ഇപ്പോ. അത് നിങ്ങളതുകൊണ്ട് എന്തെങ്കിലും വെറുതെ നിങ്ങൾ അതിന്റെ വാങ്കനി കിട്ടുമെന്ന് വിചാരിക്കണ്ട. അപ്പൊ പറയണ്ടേ, തള്ളി പറയണ്ടേ? അദ്ദേഹം മകനെ BDS നിർത്തി BJP നിർത്തിയേക്കുന്നത് ഏത് നിമിഷവും ED വന്നതിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകും. ഇവിടെ നിൽക്കുന്നത് മറ്റു മൈക്രോ ഫിനാൻസുമായിട്ട് ചില ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി ആ ലൈനിൽ വന്ന് നിൽക്കുന്നത് കുടുംബത്തോടെ ജയിലിൽ പോകും. അപ്പൊ ഇവിടെ എല്ലാം പേര് നിരവധി കേസുകളുണ്ട്. സെൻട്രൽ എൻഫോഴ്സ്മെന്റ് അന്വേഷിച്ചാൽ പുറം ഇവർ കാണത്തില്ല. ജാമ്യം പോലും കിട്ടാതെ വർഷങ്ങളോളം ജയിലിൽ പോകും. വയസ്സെന്ന കാലത്ത് ജയിലിൽ കിടന്ന് എത്തുകൊണ്ടി വരും. അപ്പൊ അതിനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് അത്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അതൊക്കെയാണ് പിന്നെ എന്തുകൊണ്ട് തള്ളി പറയുന്നത്? അതുകൊണ്ടെന്നാണ് ഒരു പൊസിഷൻ എടുക്കാത്ത എന്താണ് ലെഫ്റ്റ്? അത് VD സതീശനെ നോക്കൂ. VD സതീശൻ പറയുന്ന വാക്ക് പണ്ടൊക്കെ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാക്കാണ്, കടുപ്പമുള്ള വാക്ക്. സമുദായ നേതാക്കൾ ആരായാലും വർഗീയത പറഞ്ഞാൽ അവരുടെ കൂട്ടുകൂടാൻ പാടില്ല. 4 വോട്ടിന് വേണ്ടി തെരഞ്ഞെടുപ്പുകൾ നിരന്തരമായി തോറ്റാലും തോക്കട്ടെ എന്ന് വിചാരിക്കണം. പക്ഷെ കേരളത്തിന് നമ്മളൊക്കെ മരിച്ചു പോയാലും പിന്നെയും മുന്നോട്ട് പോകാനുള്ളതാണ് എന്ന വാക്ക് സാധാരണ ഇടതുപക്ഷ നേതാക്കളൊക്കെ പറയുന്ന തീപ്പൊരി വാക്കാണ്. ഇതിപ്പോൾ VD സതീശൻ പറയുമ്പോൾ ആ VD സതീശനെ പഴയ സംഗതികളൊക്കെ കുത്തിപ്പൊക്കി ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നോക്കുന്നതല്ലാതെ സതീശൻ പറഞ്ഞ ആ വാക്കൊന്ന് ആവർത്തിച്ച് വീണ്ടും പറയാൻ ലെഫ്റ്റിന് പറ്റുന്നില്ല. ലെഫ്റ്റ് ആരെയൊക്കെയോ പേടിച്ച് ജീവിക്കുകയാണ്. അല്ല, വളരെ കൂടുതൽ ഈ വർഗീയ സംഘടനകളെ എന്തും കേരളത്തിൽ എതിർത്തിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പഴയ കഥയാണ്. CPM ആണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. അതൊക്കെ പഴയ കഥയല്ലേ? എല്ലാവർക്കും കുറെ അങ്ങേയറ്റം എതിർത്തിട്ടുണ്ട്. പക്ഷെ എതിർത്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. എതിർത്തിട്ടുണ്ട്. CPM ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായാലും അതിന്റെ തള്ളി പറയാനും തർക്കമൊന്നുമില്ല. ജനവും തള്ളി പറയും. ഇവരുടെ പ്രസ്ഥാനങ്ങളും ഞങ്ങളാരും യോജിക്കുന്നില്ല. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മതനിരപേക്ഷതയില്ല, മതേതരത്വം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന് പറയുന്നതിനോടൊന്നും ഞങ്ങൾ യോജിക്കുന്നില്ല. അങ്ങേയറ്റം മതനിരപേക്ഷതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്ന, എന്നും സൂക്ഷിച്ചിരുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. പിന്നെ ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ആരെങ്കിലും ചില വിഡ്ഢിത്തരങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ, അതെല്ലാം ഇടതുപക്ഷ നേതൃത്വത്തിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വത്തോടോ അറിവോടുകൂടിയോ ആണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള വേദികളിൽ ചർച്ചയുണ്ടാകും. അത് ചോദ്യം ചെയ്യപ്പെടും. നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പാർട്ടി ഘടകങ്ങളിലും ഇടതുപക്ഷ വേദികളിലൊക്കെ ഞങ്ങളൊക്കെ ചർച്ചയിൽ വന്നതാണ്. തീർച്ചയായിട്ടും ഈ പ്രസ്താവനയ്ക്കെതിരെ ഇടതുപക്ഷ വേദികളിൽ ശക്തമായ ചർച്ചയുണ്ടാകും. അതിനൊന്നും ഇടതുപക്ഷത്തിലെ ഒരു ഘടകകക്ഷി, ഒരു പാർട്ടി നേതാക്കന്മാരും അതിനെ അംഗീകരിക്കത്തില്ല. ശ്രീജിൽ മാക്കുറ്റി നോക്കൂ, കണ്ടിന്യൂസ് ആയി ഈ സ്ട്രാറ്റജി പാളിയിട്ടും പിന്നെയും
CPM ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സംശയം തോന്നി എന്തിനാണ് അവരിത് പറയുന്നത് എന്ന്. നോക്കൂ, SNDP യോഗത്തിൻ്റെ NSSൻ്റെ ഒക്കെ നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് കൂടിയും ലെഫ്റ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു നില സ്വീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തോ ഒരു കോൺസ്പിറസി, ഒരു ലാർജർ പ്ലാൻ അടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമല്ല, ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ മലപ്പുറത്തെക്കുറിച്ച് ഡൽഹിയിൽ പോയി നടത്തിയ ഹിന്ദു പത്രത്തിനോട് ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ വിവാദമായിരുന്നു. എന്താണ്? മലപ്പുറത്തെക്കുറിച്ചാണ്. മലപ്പുറത്തിൻ്റെ സംഘർഷങ്ങൾ നോക്കൂ, അവിടെയാണ് കൊലപാതകങ്ങൾ നോക്കൂ, അവിടെയാണ് കള്ളക്കടത്ത്, അവിടെയാണ് എന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ പിണറായി വിജയനാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്. എന്നിട്ട് അത് ആരുടെ ഏജൻസിയാണ് നമുക്കെല്ലാം അറിയാം. രാജീവ് ചന്ദ്രശേഖരനുമായി അല്ല BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു PR ഏജൻസിക്കാണ് ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ, ഷാഫി പറമ്പിൽ ഷൈല ടീച്ചർക്കെതിരെ മത്സരിച്ചപ്പോൾ ഷാഫിയെക്കുറിച്ച് പറഞ്ഞ് ഷൈല ടീച്ചറെ കാഫിറാക്കി. എങ്ങനെയാണ് അത് ആ സ്ക്രീൻഷോട്ട് വന്നത്? ആരാണ് അതിൻ്റെ പിറകിൽ? വടകരയിൽ DYFIയുടെ നേതാവിൻ്റെ വാട്സപ്പിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് പോയതെന്ന് കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസ് തന്നെ കണ്ടെത്തിയില്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് കാലമായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ഈ വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനും അതോടൊപ്പം തന്നെ RSSൻ്റെ അജണ്ട നടപ്പാക്കാനാണ്. അതിനകത്ത് പിണറായി വിജയന് ലക്ഷ്യമുണ്ട്. കാരണം കേരളത്തിനകത്ത് BJPക്ക് കൊടുത്താലും ഒരു പ്രശ്നമില്ല. കാരണം പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കേരളത്തിലെ പോലീസ് RSS ആണെന്ന് പറഞ്ഞത് ബലദേവ സച്ചിദാനന്ദൻ്റെ പാർട്ടിയുടെ നേതാവായ ആനി രാജയല്ലേ? അവർ പറഞ്ഞില്ലേ? അതോടൊപ്പം തന്നെ നമുക്കറിയാം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ CPIയുടെ എതിർപ്പ് പോലും മറികടന്നുകൊണ്ട് PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് ആരെ പ്രീണിപ്പിക്കാനാണ്? അപ്പോൾ അതിൻ്റെ ഒരു വിശാലമായ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ BJPയും അതോടൊപ്പം CPMും വളരെ കൃത്യമായ ധാരണയിൽ പോകുന്ന. CPI അറിഞ്ഞില്ലേ നമുക്കറിയില്ല, പക്ഷേ ആ ധാരണയുണ്ട്. ഇവിടെ CJP മുന്നണിയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും വോട്ടിങ്ങിൻ്റെ പരിശോധന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. ഇവിടെ പ്രത്യേകിച്ച് പിണറായി വിജയൻ അറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ള നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന CPM നേതാക്കന്മാരാണ്. ആ ഒരു പാർട്ടിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കാനാണ് SNDPയുടെ നേതാവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന NSSൻ്റെ നേതാവും ഒരുമിച്ച് നിന്നാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇന്നലെ ശ്രീ സുകുമാരൻ നായർ പത്രസമ്മേളനം നടത്തുമ്പോൾ വാസവൻ വിളിക്കുകയാണ്, അദ്ദേഹത്തിന് ചോദിക്കുകയാണ്, അപ്പോൾ വാസവൻ എന്തിനാണ് വിളിച്ചത്? വാസവനെ ഉപയോഗിച്ച് NSSനെ ഭയപ്പെടുത്തുന്ന NSS ജനറൽ സെക്രട്ടറി ഭയപ്പെടുത്തുന്ന എന്തോ ഒരു വിഷയം ഈ കൃത്യമായി CPMൻ്റെ ഇടയിലുണ്ട് എന്നത് വളരെ കൃത്യമാണ്. ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. NSSൻ്റെ പ്രഖ്യാപിത താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി CPMന് സർക്കാരിന് ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യം അദ്ദേഹത്തിന് ഉള്ളതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസ്താവന കണ്ടത്. തീർച്ചയായും ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഈ പറയുന്ന സംഘടനകളെ ചേർത്ത് വെച്ച് ഇവിടെ മുസ്ലിം മതത്തെ അപരവൽക്കരിച്ച് അവരെ ഇസ്ലാമോഫോബിയ പടർത്തി ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ട് തേടി അധികാരത്തിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള ഒരു തെറ്റായ ധാരണയാണ് പിണറായി വിജയനും CPM വച്ചുകൊടുത്തതെങ്കിൽ ഇത് കേരളമാണ് എന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മതനിരപേക്ഷതയെ തകർത്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തിന് അനുകൂലമായി ഒരു വോട്ട് ചെയ്യുന്ന ആളുകളല്ല എന്ന് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തൽ തന്നെയാണ് തീർച്ചയായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. നിങ്ങൾ എന്തെല്ലാം കൂട്ടുകെട്ട് നടത്തിയാലും UDFനെ പരാജയപ്പെടുത്താൻ നോക്കിയാലും VD സതീശനെ അങ്ങ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കപ്പെട്ടാലും കോൺഗ്രസിനെ അങ്ങ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ നോക്കിയാലും മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ഇത്ര പ്രചാരണം നടത്തിയാലും കേരളത്തിനകത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും എടുത്ത മതനിരപേക്ഷ നിലപാട് എന്ന് കൃത്യമായ ബോധ്യം ഈ നാട്ടിലെ ജനതക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഏത് ഗൂഢപദ്ധതിയും കേരളത്തെ കേരളത്തിന് മതനിരപേക്ഷ സ്പേസിനെ ഇല്ലാതാക്കാൻ CPM എന്ന് പറയുന്ന പാർട്ടി RSSന്റെ ഏജന്റായി മാറി എന്നുള്ളതിന്റെ തെളിവുകൾ ഓരോന്നാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശബരിമലയിൽ ഇവർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇവർക്ക് വേണ്ടി ആശംസ അറിയിച്ചത് യോഗി ആദിത്യനാഥിന്റെ ആശംസ അറിയിച്ച ആളുകളാണ് ഇവർ എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ രൂപത്തിലുള്ള ഒരു ധാരണ BJPയും CPM ഉണ്ട്. അതിന് ഇതുമായി ബന്ധപ്പെട്ട് കരുത്ത് പകരാനാണ് ഈ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള സാമുദായിക നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഈ രാഷ്ട്രീയ മണ്ണിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സജി ചെറിയാനെ പോലൊരു മന്ത്രി പുങ്കവൻ ഇതിന് വൃത്തികെട്ട ഇത്രയും മോശപ്പെട്ട രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഇന്നും അത് അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഒരു തരത്തിൽ പോലും അതിനെ തെറ്റായി എന്ന് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാൻ തയ്യാറാവാത്തത് പിണറായി വിജയന്റെ കേരളത്തെ RSSന് പാട്ടത്തിന് കൊടുക്കാൻ മാത്രമല്ല മറിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ കൂടി അതിന്റെ കൂടെ ഭാഗമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പുതിയൊരു സാധനം ഇടുന്നത്, നായാടി മുതൽ നസ്രാണി വരെ എന്ന്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് കാസ പോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു UDF വിരുദ്ധ
മുന്നണിയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തെ കൊണ്ടുപോകാൻ, അവരെ കൂടുതൽ ഇസ്ലാം ഫോബിക് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അതിൻ്റെ ഗുണഫലങ്ങളൊന്നും നമ്മളങ്ങനെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കാണുന്നില്ല. പക്ഷെ കാസ ഒരു വശത്തുണ്ട്, വെള്ളാപ്പള്ളിയും ഇറങ്ങിയിരിക്കുന്നു, സർക്കാരിൻ്റെയും പിന്തുണയുണ്ട്. ആ നിലയ്ക്ക് ഇവരാഗ്രഹിക്കുന്ന ഈ കൺസോളിഡേഷൻ മുന്നണിയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തെ എത്തിക്കുക എന്നത് എന്തുമാത്രം വലിയ ടാസ്ക് ആയിരിക്കും, അതോ അവർക്കതിന് പറ്റുമായിരിക്കുമോ? ക്രിസ്ത്യൻ സമുദായത്തെ നമ്മൾ വിലയിരുത്തിയാൽ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ വിദ്യാഭ്യാസവും രാഷ്ട്രീയ ബോധവും ഉള്ളവരാണ് പൊതുവെ ക്രൈസ്തവർ. ഒരു വിദ്വേഷ രാഷ്ട്രീയ പ്രചാരണം ക്രൈസ്തവരെ അങ്ങനെ അങ്ങ് സ്വാധീനിക്കാനൊന്നും പറ്റില്ല. കാസ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ വളർത്താൻ, ഒരു അപരമത, പ്രത്യേകിച്ചൊരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഇതൊക്കെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലത് രീതിയിലൊക്കെ അവരതിൽ വിജയിച്ചിട്ടുമുണ്ട്, അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേ ആളുകളുടെ ഉള്ളിലൊക്കെ വിഷം കുത്തിവെക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിലനിൽക്കുന്നതല്ല. അതൊക്കെ സാവകാശം സമൂഹം തിരിച്ചറിയും. അറിവ് വർദ്ധിക്കുന്തോറും കാര്യങ്ങൾക്ക് മാറ്റം വരും. നമ്മുടെ പൊതുസമൂഹം, അത് ക്രൈസ്തവ, ഇസ്ലാം, ഹിന്ദു, ഏത് സമൂഹവും പൊതുവെ ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത് ഗുഡ് ഗവേണൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നല്ല ഭരണം, ഇതിൻ്റെ അടിസ്ഥാനത്തിലേ ഒരു സർക്കാരിനെ ഒരു സമൂഹം വിലയിരുത്തുകയുള്ളൂ. ഈ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം ഒന്നും കൊണ്ടുവന്ന് വിതച്ചാൽ വലിയ ഫലമൊന്നും അതിലുണ്ടാക്കില്ല. കാസ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാസ ഇപ്പോഴും ആ പ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാസയെ വിമർശിക്കുന്നവർക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണം അവർ നടത്തിയിട്ടുണ്ട്. എനിക്കെതിരെ അവർ ഒരുപാട് നടത്തിയതായിട്ടൊക്കെ അറിയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വെറുപ്പ് എവിടെ വിതച്ചാലും, അത് വടക്കേ ഇന്ത്യയിൽ വിതച്ചാലും മധ്യേന്ത്യയിൽ വിതച്ചാലും നമ്മുടെ നാട്ടിൽ വിതച്ചാലും, അതാര് വിതച്ചാലും ഒരു കാലം കഴിഞ്ഞാൽ അതെല്ലാം ഉണങ്ങി വീണേ മതിയാവൂ. അതാണ് ലോക ചരിത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ വെറുപ്പ് വളരാൻ ഒരു കാലഘട്ടം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരള സമൂഹം ഒരു രാഷ്ട്രീയ വിധിയെഴുത്ത് നടത്തുക എപ്പോഴും ഭരണത്തെ വിലയിരുത്തിക്കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് ഈ ഭരണത്തെ വിലയിരുത്തരുത് എന്നുള്ള ഒരു ബോധപൂർവമായ ചിന്തയോടുകൂടിയാണോ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഭരണവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഇവിടെ പണ്ട് നടന്ന കലാപം, മറ്റ് കാര്യങ്ങൾ, ഇങ്ങനെ വളരെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭീഷണികളെ മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് ഇങ്ങനെ കുത്തിവെച്ച് അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യരുത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനെ ജനം തിരിച്ചറിയും. എന്തു കാണിച്ചു ഇതിനെ മറയ്ക്കാൻ സാധിക്കുകയില്ല. ശ്രീ സച്ചിൻ ബൽദേവ് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ ഞാൻ പലതിനെ ആദരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്ന്, ഇവിടുത്തെ ഇടതുപക്ഷം വ്യതിചലിച്ച് വലതുപക്ഷത്തേക്ക് പോവുകയും പിന്നീട് അതൊരു തീവ്ര വലതുപക്ഷത്തേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഇടതുപക്ഷം നമ്മുടെ കേരളത്തിൽ ചെയ്തിട്ടുള്ള സംഭാവനകൾ ആർക്കും വിസ്മരിക്കാനാവില്ല. ഇടതുപക്ഷം നമ്മുടെ നാടിന് ആവശ്യമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ കാസ പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ വളർന്നതുപോലെ തന്നെ നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. സച്ചിൻ ബൽദേവ് സാറിനൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ ഇനി കൂടുതൽ പല സ്ഥലത്തും പറയാവുന്നൊരു കാര്യമാണ്. എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഏത് ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ നാട്ടിലെ ഇടതുപക്ഷം ഇല്ലാതായിരിക്കുന്നു, വലതുപക്ഷം രൂപപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അല്പമെങ്കിലും ഒരു ഇടതുപക്ഷ ചിന്ത അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു ചായ്വുള്ളത് ഇപ്പോഴും അതായത് വലതുപക്ഷം എന്ന് പറയാവുന്ന കോൺഗ്രസ് പാർട്ടി പോലെയുള്ള പാർട്ടികളിലാണ്. അതൊരു വലിയ വ്യതിയാനമാണ്. ഇത് വലിയ അപകടകരവുമാണ്, ഇവിടുത്തെ ഇടതുപക്ഷം ഇല്ലാതാകുന്നത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഈ അടുത്ത കാലത്ത് ഒരു 3-4 വർഷമായിട്ട് ഇവിടെ ഏതെങ്കിലും സമരം നടന്നാൽ, ഇപ്പൊ സിൽവർ ലൈൻ സമരം നടന്നപ്പോൾ ആ സമരം നടത്തിയവരൊക്കെ എന്താ വിളിച്ചത്? തീവ്രവാദികൾ എന്നാ വിളിച്ചത്. അവര് മറ്റു പേരുകളല്ല. ഇതുപോലെ പല അജിറ്റേഷൻസിൽ പങ്കെടുത്തവരെയും ഈ തീവ്രവാദികൾ എന്ന് മുദ്ര കുത്താനുള്ള വലിയ ശ്രമമുണ്ടായി. ഇത് വലിയ അപകടകരമാണ്. അപ്പോൾ ഈ ഇടതുപക്ഷം, ഇപ്പം സച്ചിൻ ബൽദേവ് സാർ ആ കാര്യം സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ വ്യതിയാനമല്ലത്, വലിയൊരു വ്യതിയാനമാണ് സംഭവിച്ചത്. ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ അയ്യപ്പ സംഘം, ആഗോള അയ്യപ്പ സംഗമം നടത്തി.
ആ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ കാപട്യത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത്. അവിടെ യാതൊരു സത്യസന്ധതയില്ലാതെ പെട്ടെന്ന് വന്നിരിക്കുന്ന വ്യതിയാനം, അതിലൊക്കെ ഒരു പ്ലാൻഡ് ഇലക്ഷൻ അജണ്ടയുടെ നൈതിക മൂല്യങ്ങൾ, അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന വിമർശനം കൂടി ഉന്നയിക്കുകയാണ് ഫാദർ. അല്ല, ശ്രീ മുഹമ്മദ് ഹനീഫ, ഇവിടെ ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണല്ലോ. അത് ഒരു വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷത്തിന് വേണ്ടിയുള്ള നുണ ആദ്യം ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കില്ല. നിരന്തരമായി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്താൽ അത് വിശ്വസിക്കുന്ന, കൺസ്യൂം ചെയ്യുന്ന ആളുകളെ കിട്ടിയേക്കും എന്നാണല്ലോ അതിൻ്റെ ഒരു സിദ്ധാന്തം. 10 പേരോട് നുണ പറഞ്ഞാൽ വിശ്വസിക്കാൻ ചിലപ്പോൾ ഒരാളെ കിട്ടും, നാളെ 3 പേരെ കിട്ടും എന്നതാണല്ലോ. അപ്പോൾ നിരന്തരമായ ഒരു സംഗതി പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഒരേ സ്ട്രാറ്റജി വീണ്ടും വീണ്ടും ചെയ്തു നോക്കുകയാണ്. അതിൻ്റെ ഗുണം നിയമസഭയിൽ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ആൻറ്റി ഗവൺമെൻറ് അല്ല ആൻറ്റി ഇൻകംബൻസി, സർക്കാർ വിരുദ്ധ സംഗതിയൊക്കെ മൂടി വെക്കാൻ കഴിയുമ്പോഴൊരു വൈകാരിക അതിരേകം ഈ മതത്തിൻ്റെ പേരിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് വിചാരിച്ചാൽ അതിനൊരു വിദൂര സാധ്യത ഉണ്ടോ? അതിലാണോ CPM-ൻ്റെ ഒരു പ്രതീക്ഷ? അല്ല, തീർച്ചയായും അതാണ് ഇതിൻ്റെ പദ്ധതി. ഇപ്പോൾ ഇവർ ആരംഭിച്ചിരിക്കുന്ന ഈ ഹേറ്റ് ക്യാമ്പയിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം വിഭജനം തന്നെയാണ്. വർഗീയ വിഭജനത്തിലൂടെ അധികാരത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ്? ഇപ്പോൾ 87 നമ്മൾ പലപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. 1987 പരീക്ഷിച്ച് വിജയിച്ച ഒരു പ്രോജക്റ്റാണത്. അത് വീണ്ടും പുതുക്കി പുതിയ സാഹചര്യത്തിൽ പുതിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ വിജയ സാധ്യത 2 സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇതേപോലെ ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ ഇത് യഥാർത്ഥത്തിൽ ഒരു മറ പിടിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ്റെ മറവിൽ BJP-യും CPM-ഉം തമ്മിലുള്ള കൃത്യമായ വോട്ട് കച്ചവടമാണ് നടക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാം. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മൾ വാർത്തയിൽ മാത്രം ഉള്ളതാണ്, അതിൻ്റെ വസ്തുത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള ഒരു വിമത സ്ഥാനാർത്ഥിയെ CPM പരീക്ഷിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. എന്താണ് അവിടുത്തെ ലക്ഷ്യം? അവിടെ BJP-ക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അവിടുത്തെ വർഗീയമായ വോട്ടുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സാമുദായികമായ വോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് 2ാം സ്ഥാനത്തിരിക്കുന്ന BJP കോൺഗ്രസിൻ്റെ വോട്ടുകൾ സ്വരൂപിക്കുക, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ സ്വരൂപിക്കുക, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വ്യാപകമായി നമ്മുടെ മുമ്പിൽ നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള പല പരീക്ഷണങ്ങളും നമ്മൾ കാണേണ്ടി വരും. BJP-ക്ക് വോട്ട് വിജയ സാധ്യതയുള്ളിടത്ത് അവർക്ക് വിജയിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കും. CPM-ന് വിജയിക്കാൻ സാധ്യതയുള്ളിടത്ത് അവർക്ക് വിജയിക്കാനുള്ള സാഹചര്യം BJP ഒരുക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് പോൾ അനാലിസിസിൽ എന്തായിരിക്കും നമ്മൾ എത്തിച്ചേരുന്ന അവസാനത്തെ നിഗമനം? ഈ വർഗീയ പ്രോജക്റ്റ് വിജയിച്ചു എന്നായിരിക്കും. BJP-യും CPM-ഉം തമ്മിൽ വോട്ട് കച്ചവടം നടന്നു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം വോട്ട് നമ്പറിലാണ് എങ്കിൽ പോലും ഈ വോട്ട് കച്ചവടത്തിന് ഒരു വർഗീയമായ മറ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടും. സ്വാഭാവികമായി ഒരു ലോജിക്കൽ കാരണം മുന്നേ സൃഷ്ടിക്കുകയാണ്. തീർച്ചയായും അതിൻ്റെ ഒരു നരേറ്റീവ് മുൻകൂർ സൃഷ്ടിച്ചു വെക്കുകയാണ്. ഇതാണ് ഈ വർഗീയ പ്രചരണം. നമ്മളൊക്കെ പറയാതായിരിക്കും. CPM വീണ്ടും അധികാരത്തിൽ വന്നാൽ, ഈ 3ാം ഊഴം പിണറായി വിജയൻ തുടർന്നാൽ സ്വാഭാവികമായി രാഷ്ട്രീയ നിരീക്ഷകർ എത്തിച്ചേരുന്ന നിഗമനം എന്തായിരിക്കും? CPM നടത്ത ഈ ഹേറ്റ് ക്യാമ്പയിന് അനുകൂലമായി ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ CPM-ന് അനുകൂലമായ വോട്ടുണ്ടായി. മുസ്ലിം ഭൂരിപക്ഷ അല്ലെങ്കിൽ ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ, ക്രിസ്ത്യൻ മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ UDF-ന് അനുകൂലമായ വോട്ടുണ്ടായി. അതിൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ 4, 5, 6 സീറ്റുകൾ BJP വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് UDF-ന്റെ വിജയ സാധ്യതയെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെയുള്ള നിഗമനങ്ങളിലേക്ക് നമ്മളെത്തും. അങ്ങനെയുള്ള ഒരു നിഗമനങ്ങളെ മുൻകൂർ നിശ്ചയിച്ചു ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് ആ ഡീലിന് ഇങ്ങനെ ഒരു മറ ഉണ്ടാക്കുകയാണോ എന്ന ചോദ്യം വളരെ വാലിഡാണ്. അല്ലെങ്കിൽ അത് CPM വിശദീകരിക്കണമല്ലോ. അതാണോ ശരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ബൽദേവ്, അതായത് RSS-ഉമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരാൻ നിങ്ങൾ സഹായിക്കണം, അങ്ങനെ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് ദുർബലപ്പെടുകയും നിങ്ങൾക്ക് വഴിയെ കയറി വരികയും ചെയ്യാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വോട്ട് ഡീൽ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ജനം അത് കണ്ടുപിടിക്കും. അതിന് ഞങ്ങൾ പരസ്യമായിട്ട് കുറേ വർഗീയത പറയാം. അപ്പോൾ ജനം വിചാരിക്കും ഈ വർഗീയതയുടെ ഉപോൽപ്പന്നമാണ് ഈ ഭരണം, അല്ല ഡീലല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നതാണ്. അങ്ങനെ വലിയ വളഞ്ഞ കളിയാണോ ഇത്? അതിന് നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. ഫാദർ പറഞ്ഞതുപോലെ ഇടതുപക്ഷ മതേതര കാഴ്ചപ്പാടിൽ നിന്ന് വലതുപക്ഷ പിന്തിരിപ്പൻ വ്യതിയാനത്തിലേക്കുള്ള ഒരു മാറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ച് ചെറുപ്പക്കാരുടെ വളരെ തെറ്റായ ഒരു പ്രവണത. അവരുടെ ഇടതുപക്ഷ മതേതര കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടും ചെറുപ്പക്കാർ നല്ലൊരു ശതമാനം ഇന്ന് വർഗീയ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറുന്നു. നമ്മുടെ എല്ലാ നാടുകളിലും കാണുന്നതാണ്. അത് ഹിന്ദുക്കളായാലും മുസ്ലിം ചെറുപ്പക്കാരായാലും അവർക്ക് വർഗീയത തീവ്ര ഭാഗത്തിലേക്ക് ചേരുന്നുണ്ട്. അതൊരു പിന്തിരിപ്പൻ കാഴ്ചപ്പാടാണ്. ഇനി ചോദിച്ചതിന് മറുപടിയിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു. അവിടെ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ 25,000 വോട്ട് ഇടതുപക്ഷത്തിന് കൂടുതലാണ് ലഭിച്ചത്. കോൺഗ്രസിന് 85,000 വോട്ട് അവിടെ കുറയുകയായിരുന്നു.
അപ്പോൾ ആരാണ് ഡീൽ നടത്തിയത് നമുക്ക് അവിടെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിലായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും, കൊല്ലം എന്റെ ഫലം കൂടിയാണ്. അവിടെ BJP ജയിച്ച പലയിടത്തും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF ആണ്. UDF വളരെ പുറകോട്ട് പോയിട്ടുണ്ട്. ആ മേയർ ഉൾപ്പെടെ ജയിച്ച ഡിവിഷനുകളിൽ മേയർക്ക് തൊട്ട് താഴെ നിൽപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി ഇക്ബാൽ. പക്ഷെ അവിടെ കോൺഗ്രസ് വളരെ BJP വളരെ താഴോട്ട് പോയി. മറ്റു പലയിടത്തും BJPക്ക് വളരെ കൂടുതൽ വോട്ട് കിട്ടി. അപ്പോൾ തിരുവനന്തപുരം കൊല്ലം കോർപ്പറേഷൻ നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അവിടെ പലയിടത്തും കണ്ടത് ആ രീതിയിൽ BJPയും കോൺഗ്രസും തമ്മിൽ എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചില പ്രത്യേക ഡിവിഷനുകളിൽ തെരഞ്ഞു പിടിച്ച് ചില ഡീൽ നടത്തി അവിടെ BJPക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യുക, മറ്റിടത്ത് തിരിച്ച് വോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡീല് പലപ്പോഴും കണ്ടിട്ടുള്ളത് BJPയും കോൺഗ്രസും തമ്മിലാണ്. ഇടതുപക്ഷം അങ്ങനെ ഒരു ഡീല് കാണിച്ചായിട്ട് വളരെ ഈ ത്രിതല പഞ്ചായത്തിൽ തൃശ്ശൂരിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വളരെ വ്യക്തമാണ്. അന്ന് എല്ലാവരും പറഞ്ഞെന്താ, തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഞങ്ങൾ നിലപാടെടുത്തതല്ലേ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വോട്ട് പറയണ്ടേ? നിങ്ങളുടെ എല്ലാ കൈ വ്യക്തമായ കണക്കുണ്ടല്ലോ. അവിടെ തൊട്ടു മുമ്പ് TN പ്രതാപൻ പിടിച്ചതിനേക്കാൾ 85,000 വോട്ടാണ് അവിടെ നമ്മുടെ അദ്ദേഹത്തിന് മുരളിക്ക് കുറഞ്ഞത്. ഞങ്ങൾക്ക് 25,000 വോട്ട് കൂടി. അപ്പൊ ഡീൽ എങ്ങനെ വന്നു അവിടെ? അപ്പൊ തീർച്ചയായും അതിലേക്ക് നമ്മൾ പോകണ്ട. തീർച്ചയായിട്ടും ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ നേരത്തെ ഫാദർ പറഞ്ഞതുപോലെ ഇടതുപക്ഷ മതേതര കാഴ്ചപ്പാടിൽ നിന്നുള്ള വലതുപക്ഷ പിന്തിരിപ്പൻ വ്യതിയാനത്തെ അങ്ങേറ്റം എതിർക്കുന്ന കൂട്ടത്തിലാണ്. ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, അതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. സജി ചെറിയാൻ പറഞ്ഞതുപോലെയുള്ള അല്ലെങ്കിൽ AK ബാലൻ പറഞ്ഞതുപോലെയുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാകും. അത് തീർച്ചയായിട്ടും അത് തെറ്റാണ്. അതിന് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷത്തിന്റെ നേതാവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രസ്താവന വരാൻ പാടില്ല. അത് തള്ളിപ്പറയുകയാണോ CPIM ചെയ്യുക, അതോ അതിനേക്കാൾ കേരളത്തിൽ കടുത്ത ഭാഷയിലുള്ള സംഗതികളുമായി വീണ്ടും കടന്നിറങ്ങുകയാണോ ചെയ്യുക എന്ന് നമുക്ക് തന്നെ കാത്തിരുന്ന് കാണണം. ഞാൻ അവസാനിപ്പിക്കുന്നത്. താങ്ക് യു ബൽദേവ്, ഒപ്പം ഷെനീഫ, ഷാജി, ഒപ്പം ശ്രീ റിജിൽ മാക്കുറ്റി ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.